ഞാനപ്പോൾ പേടിക്കണ്ടെന്ന് അങ്ങനെ തറപ്പിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ശരിക്കും പേടിക്കണ്ടെന്നാ. പേടിയല്ല, ഇത് എൻ്റെ പേടിനെ കുറിച്ചാണ്. ശരിക്കും നമുക്ക് നാച്ചുറലായിട്ട് പേടി വേണം. പേടി വേണം എന്നല്ല, പേടിയുണ്ട്. നമ്മളെന്തായാലും ഒരു ഉറുമ്പം കൂട്ടി പോയി ഒരിക്കലും മുഖം കൊണ്ടുപോയി വയ്ക്കൂല. കാരണം നമുക്ക് ഒരു കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് പേടിയാണ്, പേടിയുണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ ഒരു പാമ്പ് അവിടെ കിടക്കണമെങ്കിൽ നമ്മൾ ആ പാമ്പിൻ്റെ അടുത്തേക്കല്ല, പാമ്പിൻ്റെ അപ്പുറത്തേക്ക് കൂടെ മാറി നടക്കാനേ നോക്കുകയുള്ളൂ. അപ്പം ഈ പേടി എൻ്റെ പേടിയാണ്. എൻ്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ പേടിയുള്ള ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതേപോലെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ. ഇപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സ്വയം ബോധത്തിൽ ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്നെ തന്നെ കണ്ടിട്ട് ഞാൻ എന്തിനെ പേടിക്കണേന്ന്. ഇതിപ്പോൾ എനിക്ക് മെയിനായിട്ട് എന്നെ കാണുമ്പോഴല്ല, മീൻസ് എന്നെ ഇത് കാണുന്നതിലല്ല, എനിക്ക് സംസാരിക്കാനാണ് പേടി മെയിനായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ അധികം ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. കുറച്ച് ഫ്രണ്ട്സ് എനിക്കേ ഉള്ളൂ. നല്ല രീതിക്ക് ഇൻട്രോവേർട്ടാണ്. അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പം എന്തൊക്കെയാണെങ്കിലും പേടിക്കണ്ടെന്നാണ് ഞാൻ പറയണത്. കാരണം എന്നെ തന്നെ കണ്ടില്ലേ, ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഈ ക്യാമറയുടെ ക്വാളിറ്റി കണ്ടില്ലേ, അതൊക്കെയാണ്. ഇത് ചെയ്യണതിനൊരു കുഴപ്പമില്ല. പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ കാണാൻ പറ്റും, എൻ്റെ സംസാരത്തിൽ ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്. ഇതൊക്കെ മാറ്റിയെടുക്കും. ഈ വീഡിയോയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് അതിനുള്ള മാറ്റിയെടുക്കാനുള്ള ഇത് കൂടുകയുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിത് ചെയ്യണത്. ഇതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയണത്. ഇതെല്ലാവർക്കും പറ്റും. ഇത് ഭയങ്കര എന്താ പറയണ, പങ്കര അതേപോലെ പോയനിപ്പോൾ. എന്താണെങ്കിലും പുളി ചെയ്യണണ്ടില്ലേ, എന്താ കുഴപ്പം. അങ്ങനെ പിന്നെ ഞാനങ്ങനെ ഇപ്പം എനിക്കങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനും അങ്ങനത്തെ സാഹചര്യമല്ല. കാരണം എൻ്റെ അപ്പുറത്തെ വീട്ടിൽ 2 ഫാമിലി, അവർക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത് അവരുടേതായിട്ടുള്ള. അപ്പം എനിക്കങ്ങനെ ഒച്ചത്തിലൊന്നും സംസാരിക്കില്ല. ഞാൻ പറയണത് ചിലപ്പോൾ അവിടെ നല്ല ക്ലിയറായിട്ട് കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. പിന്നെ ഞാൻ നല്ലൊരു സൂപ്പർ ഇൻട്രോവേർട്ടും കൂടിയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻട്രോവേർട്ടും കൂടിയാണ്. അപ്പം അതൊക്കെ പറയാനാണ് ഞാനപ്പം ഇന്ന് ഈ വീഡിയോ എടുത്തത്. അപ്പം ഇഷ്ടപ്പെടേണ്ടെന്ന് വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെറിയതായിട്ട് പോയിൻ്റ് രീതിയിലെങ്കിലും എഴുതി വെച്ചിട്ടാണ് പറയണത്. കാരണം ഇന്നലെ വരെ ഞാൻ സ്വയം പറയാനാണ് നോക്കിയത്. എനിക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആരും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരും. അതായിരിക്കും എൻ്റെ വീഡിയോ. അപ്പം ആർക്കെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുവാണെങ്കിൽ ഗുണം ഉണ്ടാവട്ടെ. എനിക്കിതിൽ നിന്ന് പുറത്തും കിടക്കാം. അപ്പം എല്ലാവർക്കും വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കാണാം. ഓക്കെ, ബൈ.